പത്തരമാറ്റിൻ്റെ വരാനിരിക്കുന്ന ഒരു കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നന്ദു നല്ല ത്രില്ലിങ്ങിലാണ് കേട്ടോ. നമ്മുടെ അനാമികയ്ക്കെതിരായിട്ടുള്ള എല്ലാ തെളിവുകളും കണ്ടെത്തിയിട്ട് മാല മോഷ്ടിച്ചതും അതിന് പ്രതിയാക്കിയിരുന്നത് തന്നെയും അച്ഛനെയും പ്രതിയാക്കിയിരുന്നത് അനാമികയാണ് എന്നുള്ള ഒരു സത്യം തിരിച്ചറിയുന്ന ഒരു സുന്ദര നിമിഷമാണ് കേട്ടോ. ആ ഒരു സ്റ്റോറിയാണ് ഇനി പറയുന്നത്. അപ്പോൾ നന്ദു നമ്മുടെ ആദർശും നയനയും വന്ന ശേഷം അവരുടെ വീട്ടിൽ നിന്ന് അവരോട് പറയുന്നുണ്ട്, എന്തായാലും അന്നത്തെ മാലമോഷണത്തിൻ്റെ കാര്യം ഞാനൊന്ന് കേസാക്കി എടുക്കാൻ പോവുകയാണ്. അത് കുത്തിപ്പൊക്കിയില്ലെങ്കിൽ ശരിയായില്ല. കാരണം അതിൻ്റെ പേരിൽ അന്ന് ഞാനും അച്ഛനും ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. ഞങ്ങളെ എത്ര പേരാണ് കുറ്റപ്പെടുത്തിയത് എന്നുള്ളത് അറിയാമോ? അതുകൊണ്ട് അത് ആരാണ് മോഷ്ടിച്ചത് എന്നുള്ളത് അറിയാത്ത സ്ഥിതിക്ക് ഇന്നും എന്തായാലും ആരുടെയെങ്കിലും മനസ്സിലൊക്കെ ഞങ്ങൾ പ്രതിയായിട്ട് ഉണ്ടാവുമല്ലോ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് നയന പറയുന്നുണ്ട്, അത് നിങ്ങളല്ല എടുത്തത് എന്നുള്ളത് മുത്തശ്ശനൊക്കെ അറിയാലോ. പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ മോളെ. പിന്നെ നിനക്ക് നിർബന്ധമാണെങ്കിൽ നീ അത് ഏറ്റെടുത്തോ. പിന്നെ ആരാണ് അതിൻ്റെ പിന്നിൽ എന്നുള്ളത് കണ്ടുപിടിക്കാൻ എനിക്കും ആഗ്രഹമുണ്ടായിരുന്നു. അന്ന് ആദർശേട്ടൻ്റെ കയ്യിൽ കിട്ടിയിട്ട് അത് നഷ്ടപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പിന്നിൽ ആരോ പ്ലാനിങ് ആയിട്ട് തന്നെ കളിക്കുന്നുണ്ട്, അത് ഉറപ്പാണ്. അതൊക്കെ ആരാന്നുള്ളത് കണ്ടെത്താലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ. അപ്പോൾ ആ സമയത്ത് നന്ദും പറയുന്നുണ്ട്, അതെ എൻ്റെ മനസ്സിൽ അതും ഉണ്ടായിരുന്നു. ആദർശേട്ടനും ഇതിലൊരു ചെറിയൊരു പങ്ക് വന്നിട്ടുണ്ടല്ലോ. എന്ന് വെച്ചാൽ കള്ളനാക്കാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ടല്ലോ ചിലരൊക്കെ ചേർന്നിട്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് നന്ദു. അങ്ങനെ നന്ദു അന്വേഷിക്കാനായിട്ട് ഇറങ്ങുകയാണ്. ആ ഒരു സമയത്ത് വേണുവിൻ്റെ ആ ഒരു കൂട്ടുകാരൻ, പണം കൊടുക്കാനുണ്ടായിരുന്ന ആ കൂട്ടുകാരനെയും അതുപോലെ തന്നെ ഈ സ്വർണം കൊടുത്ത് ക്യാഷാക്കിയിട്ടുള്ള ജ്വല്ലറിയും ഏതാണ് എന്നുള്ളത് നന്ദു കണ്ടെത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ പിന്നാലെ പോയിട്ട് ആ സ്വർണം എങ്ങോട്ടാണ് പോയത്, അന്ന് ആദർശിൻ്റെ കയ്യിൽ നിന്നും തട്ടിപ്പറിച്ച് എടുക്കാനൊക്കെ നോക്കിയതും ആരാണ് എന്നുള്ളത് മുതൽ എല്ലാ കാര്യങ്ങളും നന്ദു കണ്ടെത്തിയിരിക്കുകയാണ്. ആ ഒരു സമയത്താണ് നന്ദു വേണുവിൻ്റെ ചരിത്രങ്ങളൊക്കെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കുന്നത്. കാരണം നന്ദു വേണുവിനെ കുറിച്ചുള്ള സത്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. വേണു നമ്മുടെ അനാമികയെ കല്യാണം കഴിച്ചത് തന്നെ പണം മോഹിച്ചിട്ടാണ് എന്നുള്ളതും, പലരോടും ഈ വേണുവും കുടുംബവും പണം വാങ്ങിച്ചിട്ടുണ്ട് എന്നും അതൊന്നും കൊടുക്കാതെ അവരെയൊക്കെ പറ്റിച്ച് നടക്കുകയാണ് എന്നുള്ള സത്യവും നന്ദു തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ആദ്യം അതാണ് തിരിച്ചറിഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ അവരെ സംശയം തോന്നിയ സ്ഥിതിക്ക് അവരെ പിന്നാലെയുള്ള എല്ലാ അന്വേഷണങ്ങളും നടത്തിയതിന് ശേഷമാണ് ഒടുവിൽ ആ ഒരു സ്വർണ്ണമാല വിൽക്കാൻ കൊണ്ടുപോയത് നമ്മുടെ വേണുവാണ് എന്നുള്ള ഒരു സത്യം നമ്മുടെ നന്ദു തിരിച്ചറിഞ്ഞത്. അങ്ങനെ നന്ദു നേരെ അനാമികയുടെ വീട്ടിലേക്ക് പോവുകയാണ്. ആ സമയത്ത് വേണുവും അതുപോലെ ഭാര്യയും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ നന്ദു വരുന്നത് കണ്ടിട്ട് എന്താ ഈ വഴിക്കൊക്കെ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത്, അതെന്താ ഈ വഴിക്ക് എനിക്ക് വന്നൂടെ, വരാനുള്ള കാരണങ്ങൾ നിങ്ങൾ ഉണ്ടാക്കിയാൽ പിന്നെ എനിക്ക് വരാതിരിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുകയാണ് നന്ദു. ആ ഒരു ചോദ്യത്തിൽ തന്നെ വേണും ഒക്കെ നെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. ആ സമയത്ത് നന്ദു ചോദിക്കുന്നുണ്ട്, അല്ല നമ്മൾ തമ്മിൽ ഒരു ചെറിയ കേസ് ഉണ്ടായിരുന്നു, അത് ഓർക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത്, എന്ത് കേസ്, ഞാനിപ്പോൾ ഒരു അടിപിടിക്കും ഒന്നും പോവാറില്ല, പിന്നെ ഗുണ്ടകളുമായിട്ട് തല്ലിക്കാനും പോവാറില്ല, എൻ്റെ സ്വസ്ഥമായ ജീവിതവുമായി മുന്നോട്ട് പോവാണെന്നൊക്കെ പറയുന്ന സമയത്ത്, അതൊക്കെ അവിടെ നിൽക്കട്ടെ, മുമ്പൊരിക്കൽ ഒരു കളവ് നടത്തിയതിനെക്കുറിച്ച് ഇപ്പോഴും മറന്നുപോയോ? പക്ഷേ നിങ്ങൾ മറന്നിട്ടുണ്ടെങ്കിലും ഞാൻ മറന്നിട്ടില്ല. കാരണം എന്നെയും അച്ഛനെയും കള്ളനാക്കാനും കള്ളിയാക്കാനും നിങ്ങൾക്കൊക്കെ വലിയ തിരക്കായിരുന്നല്ലോ. അതുകൊണ്ട് അന്ന് മോഷണം പോയിട്ടുള്ള ആ മാലയുടെ ആ ഒരു കേസ് ഞാനങ്ങ് ഏറ്റെടുത്തിരിക്കുകയാണ്. അതിൻ്റെ പിന്നിൽ ആരാണ് കളിച്ചത് എന്നുള്ള തെളിവുകളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും സത്യം പറഞ്ഞോ, അന്ന് എന്താണ് അനന്തപുരിയിൽ നടന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മാത്രമേ അറിയുകയുള്ളൂ. അതിനുകൊണ്ട് മര്യാദയ്ക്ക് സത്യം പറഞ്ഞോ, ഇല്ലെങ്കിൽ സോഷ്യൽ മീഡിയയ്ക്ക് മുമ്പിൽ നിങ്ങളെ ഞാൻ നാണം കെടുത്തിയിട്ട് കാലാകാലവും ലോക്കപ്പിലിടും എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത്, നീ എന്തൊക്കെയായി പറയുന്നത്, നീ എന്താ എന്നെയും ഭാര്യയും വെറുതെ നിൽക്കുന്ന എന്നെയും ഭാര്യയും കള്ളിയാക്കാനും കള്ളനാക്കാനും വന്നിരിക്കുകയാണ് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നന്ദു പറയുന്നുണ്ട്, നീ എടാ പോടാ എന്നുള്ള രീതിയിലുള്ള പ്രൊനൗൺസിയേഷനൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ എൻ്റെ യഥാർത്ഥ സ്വഭാവം എന്താണ് എന്നുള്ളത് നിങ്ങൾ ശരിക്കും അറിയും. കാരണം ഈ യൂണിഫോമിനെ നിങ്ങൾ ബഹുമാനിക്കണം, ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്യാനാണ് വന്നത് എന്നുള്ളതൊക്കെ പറയുന്നുണ്ട് നന്ദു. അങ്ങനെ വേണുവിൻ്റെ ഷർട്ടിനെ പിടിച്ച് ഇടിക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത്, അയ്യോ എന്നെ ഒന്നും ചെയ്യല്ലേ, ഞാൻ പറഞ്ഞോളാം സാറേ മാഡം എന്നൊക്കെ പറഞ്ഞിട്ട് കരയുകയാണ്. അപ്പോൾ അങ്ങ് പറ, എന്താണ് നടന്നത് എന്ന് വ്യക്തമായിട്ട് പറ, കള്ളങ്ങൾ പറയാൻ നോക്കണ്ട, ഇടിച്ച് നിൻ്റെ ഷേപ്പ് മാറ്റും, നിൻ്റെ ഭാര്യയുടെയും ഷേപ്പ് ഞാൻ മാറ്റിക്കളയും എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ അന്ന് നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ്. കാരണം നമ്മുടെ വേണുവിന് പണത്തിന് അത്യാവശ്യമുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ അനാമികയോട് എന്തെങ്കിലും ചെയ്ത് തരണമെന്ന് പറഞ്ഞതനുസരിച്ച് അവളാണ് അവളുടെ സ്വർണം
എനിക്ക് തന്നതും, എന്നിട്ട് അത് മറ്റുള്ളവർ എനിക്ക് തന്നതാണ് എന്നുള്ളത് അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് അന്ന് മോഷണം പോയി എന്നുള്ളത് അവൾ കള്ളക്കഥയുണ്ടാക്കിയതാണ്. ആ സമയത്ത് മോളുടെ അച്ഛൻ അങ്ങോട്ട് വന്നിരുന്നല്ലോ, അതൊരു കരുവാക്കിയിട്ട് മോൾ തന്നെയാണ് അങ്ങനെ ചെയ്തത്. അല്ലെങ്കിൽ അനന്തപുരിക്കാരുടെ മുന്നിൽ ഞങ്ങൾ നാണം കെടുമല്ലോ, കാരണം ഞങ്ങൾ വലിയ കോടീശ്വരന്മാരാണെന്നാണ് അവർ ധരിച്ചിരിക്കുന്നത്. അത് തെറ്റാക്കാൻ പാടില്ലല്ലോ, എൻ്റെ മോളുടെ ജീവിതം അപകടത്തിലാവുമല്ലോ എന്നൊക്കെ കരുതിയിട്ടാണ് എന്നൊക്കെ ആ ഒരു സത്യം വേണുവും ഒക്കെ ചേർന്ന് പറയുകയാണ്. എന്നിട്ട് നന്ദുവിനാകെ ദേഷ്യം വന്നെന്ന് നന്ദു പറയുന്നുണ്ട്. എന്നിട്ട് എൻ്റെ അച്ഛനെ, നിരപരാധികളായ എൻ്റെ അച്ഛനെ കുറേ പറഞ്ഞല്ലോ നിങ്ങൾ, എങ്ങനെ തോന്നുന്നു നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ? ഇതെന്തായാലും നിങ്ങളെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. നിങ്ങളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ എൻ്റെ ഫോണിൽ റെക്കോർഡായിട്ടുണ്ട്. ഞാനും മൊബൈൽ വീഡിയോ ഓണാക്കിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ല. നിങ്ങളെ ഞാൻ പൂട്ടാൻ പോവുകയാണ്. നിങ്ങൾ എന്താ കരുതിയത്? സത്യങ്ങളൊക്കെ പറഞ്ഞാൽ ഞാൻ നിങ്ങളെ ഒന്നും ചെയ്യില്ല എന്നോ? ഞങ്ങൾ അനുഭവിച്ചതിൻ്റെ ഒരു അംശം പോലും നിങ്ങൾ അനുഭവിച്ചിട്ടില്ലല്ലോ. അതൊക്കെ നിങ്ങളൊന്ന് അനുഭവിക്കുക, അപ്പോഴേ വേദന എന്താണെന്നത് നിങ്ങൾ അറിയുകയുള്ളൂ എന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, സമൂഹത്തിൻ്റെ മുന്നിലൂടെ നിങ്ങളെ നടത്തുകയാണ് വേണ്ടത്. അത് അനന്തപുരിക്കാരെ ആലോചിച്ചിട്ട് മാത്രമാണ് ഞാൻ ഇപ്പോൾ ചെയ്യാത്തത്. അതിനുകൊണ്ട് തൽക്കാലം എൻ്റെ കൂടെ ഇപ്പോൾ വണ്ടിയിൽ കയറാൻ നോക്ക്. നിങ്ങളുടെ മോളെ അടുത്തേക്ക് നമുക്കൊന്ന് പോവാമെന്നൊക്കെ പറയുകയാണ്. അങ്ങനെ നന്ദു അവരെയും കൂട്ടിയിട്ട് നേരെ അനന്തപുരിയിലോട്ട് അനാമികയുടെ അടുത്തേക്കാണ് പോകുന്നത്. പോലീസ് ജീപ്പിൽ വരുന്നത് കണ്ടിട്ട് ആകെ പേടിച്ച് നിൽക്കുകയാണ് അനാമിക. എന്നിട്ട് ഓടി വന്ന് ചോദിക്കുന്നുണ്ട്, എന്താ നിങ്ങൾ ഇവളെന്തെങ്കിലും നിങ്ങൾ ചെയ്തോ? എന്തിനാ നിങ്ങൾ ഈ മൊട്ടച്ചിയുടെ ജീപ്പിൽ വന്നത്? എന്തിനാ നിങ്ങൾ ഇതിൽ കയറിയത്? നിങ്ങൾ എന്തെങ്കിലും കുറ്റം ചെയ്തോ? അല്ലെങ്കിൽ മനഃപൂർവ്വം നിങ്ങളെ പ്രതികളാക്കാൻ നോക്കുകയാണോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നന്ദു ഒരു അടി വെച്ച് കൊടുക്കുകയാണ് അനാമികയുടെ മുഖത്ത്. എന്നിട്ട് നീ എന്താ വിളിച്ചത്? മൊട്ടച്ചി എടി എന്നോ? എന്താ ഞാൻ ഇപ്പോൾ ഏത് പോസ്റ്റിലാണ് ഇരിക്കുന്നത് എന്നുള്ളത് നീ മറന്നുപോയോ? ഞാനൊരു SI ആണ് എന്നുള്ളത് മറന്നുപോയെങ്കിൽ ഞാനത് ഓർമ്മിപ്പിച്ച് തരാമടി എന്ന് പറഞ്ഞിട്ട് ഒന്നും കൂടെ ഒരു അടി കൊടുക്കുകയാണ് അനാമികയ്ക്ക് നന്ദു. എന്നിട്ട് അനാമികയോടും വന്ന് ജീപ്പിൽ കയറാൻ പറയുകയാണ്. എന്നിട്ട് ഞാൻ എന്തിന് കയറണം? ഞാൻ എന്ത് തെറ്റാ ചെയ്തിട്ടുള്ളത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇതാ അച്ഛനും അമ്മയും എല്ലാം തുറന്ന് പറഞ്ഞ് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് മോളും കൂടെ ചെയ്ത കാര്യങ്ങളൊക്കെ അങ്ങ് തുറന്ന് പറഞ്ഞേക്ക്. അന്ന് മാലമോഷണം പോയ ഒരു കേസ് ഉണ്ടായിരുന്നല്ലോ നമ്മൾ തമ്മിൽ തീർക്കാൻ, അത് ഞാൻ കുത്തിപ്പൊക്കി കൊണ്ടുവരും. ഞാൻ SI ആയി കഴിഞ്ഞാൽ എന്നുള്ളത് നിന്നോട് ഞാൻ വെല്ലുവിളിച്ച കാര്യമാണ്. അത് ഇന്ന് നടത്തി കഴിഞ്ഞു. എല്ലാ തെളിവുകളും എനിക്ക് കിട്ടിയിട്ടുണ്ട്. നിൻ്റെ അച്ഛനും അമ്മയും അന്ന് നടന്ന കാര്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞിട്ടുണ്ട്. നീയാണല്ലടി അന്ന് ആ സ്വർണം എടുത്ത് നിൻ്റെ അമ്മയ്ക്കും അച്ഛനും കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് എൻ്റെ അച്ഛനെയും എൻ്റെ ചേച്ചിയെയും ഒക്കെ പ്രതികളാക്കാൻ നോക്കി, എന്നെയും പ്രതികളാക്കാൻ നോക്കി. കുറേ ഞങ്ങളെ അപമാനിച്ചു. അതൊന്നും ഞാൻ ഇല്ലായിരുന്നു. അതുകൊണ്ട് ഇതൊരു അവസരമാക്കിയെടുത്തിട്ട് ഞാനിതൊക്കെ തെളിയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് വന്ന് വണ്ടിയിൽ കയറാൻ നോക്ക്. നിന്നെ ഞാൻ ഇനി പുറം ലോകം കാണിക്കില്ലടി. ഒരുപാട് തെറ്റുകളും കാര്യങ്ങളും ചെയ്തു. ഇനി ഞാൻ നിന്നെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് അനാമികയുടെ മുഖത്ത് നോക്കി പറയുന്നുണ്ട്, ഇനിയൊരു കേസും കൂടെ എനിക്ക് തെളിയിക്കാനുണ്ട്. അതെന്താണെന്ന് നിനക്ക് മനസ്സിലായോ? ഇവിടുത്തെ ആദർശേട്ടൻ്റെ അമ്മയ്ക്ക് പാലിൽ എന്തോ കലർത്തിയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായി, ലിവർ വരെ മാറ്റി വെക്കേണ്ട അവസ്ഥ വന്നല്ലോ. അതിൻ്റെ പിന്നിൽ ആരാണ് കളിച്ചത് എന്നുള്ളതും എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. അതും കൂടെ തെളിയിക്കാനേ ബാക്കിയുള്ളൂ. ആ തെളിയിക്കുന്ന സമയത്ത് ആ പ്രതിപ്പട്ടികയിൽ നിൻ്റെ പേര് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നീ സൂക്ഷിച്ചോ. നീ പുറം ലോകം എന്നല്ല, നീ ഒന്നും കാണാൻ പോകുന്നില്ല. നിൻ്റെ ജീവിതം മുഴുവൻ ഇനി ജയിലിലായിരിക്കും എന്ന് പറയുകയാണ് നന്ദു. അങ്ങനെ ആകെ പേടിച്ച് വിറച്ച് നിൽക്കുകയാണ് അനാമിക. അങ്ങനെ നന്ദു അനാമികയും അച്ഛനെയും അമ്മയും ഒക്കെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. ഇത് സന്തോഷത്തോടു കൂടി നമ്മുടെ ആനി നോക്കി നിൽക്കുന്നുമുണ്ട്.